ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇഡ്ഡലിയുടെ കൂടെ ദോശയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി, ചട്നിപ്പൊടി എന്നൊക്കെ പറയും. പല സ്ഥലത്ത് പല പേരാണ്. അപ്പം ആ ഒരു പൊടിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിന് മുമ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ കൊപ്ര കൊണ്ടുണ്ടാക്കുന്ന പൊടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയുടെയും ദോശയോടൊപ്പം കഴിക്കുന്ന ഇഡ്ഡലിപ്പൊടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതും സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി വെച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിലക്കടലയാണെന്ന് അറിയുന്നേ ഇല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അത്ര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തൊലിയില്ലാത്ത നിലക്കടലയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ തൊലിയുള്ള നിലക്കടലയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഒന്നല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കൂ. റോസ്റ്റഡ് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, പച്ച നിലക്കടലയാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുക. ഒന്ന് റബ്ബ് ചെയ്താൽ തൊലി വരും. എന്നിട്ട് നമുക്ക് പൊടി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പം പിന്നെന്താ, ഇപ്പം മാർക്കറ്റിലൊക്കെ തൊലിയില്ലാത്ത നിലക്കടല തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ കടയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ കടയ്ക്ക് പോയിട്ട് അത് വാങ്ങും. ഇല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യൂ. അപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് എരിവും കുറച്ച് ഉപ്പും കുറച്ച് മേലെ നിൽക്കുന്ന പോലെയാണ് ഞാൻ ഈ പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കത് എക്സാക്ട് നല്ല പ്രൊപ്പോർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ ഒരു എരിവും ഉപ്പും വേണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൂട്ടുക കുറയ്ക്കെല്ലാം ചെയ്യാം. അപ്പം ഈ ഒരു പ്രൊപ്പോർഷൻ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കെല്ലാം ചെയ്യാം. പിന്നെന്താ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ പൊടി ഇഡ്ഡലിപ്പൊടി കണ്ടു നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പീനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി വെച്ചിട്ടുണ്ടാക്കുന്ന പൊടിയാണ്. ദോശയോടൊപ്പം ഇഡ്ഡലിയുടെ ഒപ്പം ഒക്കെ കഴിക്കാം. വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നെയ്യ് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ ഈവൻ എനിക്ക് തോന്നുന്നു ചോറിൻ്റെ ഒപ്പം പോലും കഴിക്കാം. ചമ്മന്തിപ്പൊടിയായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ ഒരു കോമ്പിനേഷൻ കൂടെ പറഞ്ഞുതരാം. ചോറിൻ്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ വെറും ചമ്മന്തിപ്പൊടിക്ക് പകരം ചമ്മന്തിപ്പൊടിയുടെ കൂടെ കുറച്ച് നെയ്യ് കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കൂ. അതൊരു വേറൊരു ടേസ്റ്റുമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇനി ഞാൻ അധികം വാചകം പഠിക്കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണും, എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യൂ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ നമുക്ക് നിലക്കടല കൊണ്ടുള്ള പൊടി, ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ചോറിനും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ അതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയോ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാനോ വയ്ക്കാം. പാൻ നന്നായി ചൂടായിരിക്കുകയാണ്. അതിലോട്ട് ഞാൻ എരിവിനനുസരിച്ചിട്ട് നമുക്ക് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു 5 വറ്റൽമുളക്, 6 ഉണ്ടെങ്കിലും 2 ചെറുതാണ്. അപ്പോൾ നിങ്ങൾ അളവെടുക്കുമ്പോൾ ഒരു 5 വറ്റൽമുളക്. കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ വറ്റൽമുളക് എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 വെളുത്തുള്ളി. ഇത് വീണ്ടും ഞാൻ പറയുന്നു, ഈ 2 വെളുത്തുള്ളി ചെറുതാണ്. അതുകൊണ്ട് ഇതിനെ ഒന്നാക്കിയിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, കൊറിയാൻഡർ സീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടും. അതുമാതിരി കൊറിയാൻഡർ സീഡ്സ് ഒന്ന്, അതായത് മല്ലി ഒന്ന് പൊട്ടും. പിന്നെ നല്ല മണവും വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇടയിലൊന്ന് നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിലക്കടല മിക്സിയുടെ ജാറിലോട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിലക്കടലയുടെ അളവ് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പില നല്ല ക്രിസ്പായിട്ട് വരണം. അതുവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ആയി എന്നുള്ളതിൻ്റെ പാകം. ഓക്കെ, അപ്പോൾ വെള്ളമൊക്കെ പോയി. കറിവേപ്പിലയിൽ കുറച്ച് വെള്ളമുണ്ട്, ഞാൻ കഴുകിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നല്ല ക്രിസ്പായിട്ട് വരണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റൽമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. എനിക്ക് കുറച്ച് സ്പൈസിനെസ് മേലെ നിൽക്കണതാണ് എനിക്കിഷ്ടം. അപ്പം
അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില നല്ല ക്രിസ്പായി നല്ല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചിരിക്കുന്നത്. നാളേക്ക് ഇഡ്ഡലിയാണ്, അപ്പം അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലെടുത്ത് വയ്ക്കാം. അപ്പോൾ വേണ്ടപ്പോൾ യൂസ് ചെയ്താൽ മതി, കുറേ ദിവസം കേടാവാതിരിക്കും. പിന്നെന്താ, എൻ്റെ കുറച്ച് കപ്പലണ്ടി ഉള്ളൂ, അതായത് നിലക്കടലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നീ കടയ്ക്ക് പോയിട്ട് വേണം നീ വാങ്ങാൻ വേണ്ടിയിട്ട്. അറിയാലോ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ മാക്സിമം കടയ്ക്ക് ഇരിക്കാനുള്ള വഴികളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്കിതെല്ലാം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നിലക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന പൊടിയാന്ന് പറഞ്ഞിട്ട് നിലക്കടല നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തില്ലല്ലോ. ഇനി നമുക്ക് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് പുളി, അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കണം. 3/4 കപ്പ് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തൊലിയില്ലാത്ത വറുത്ത് കിട്ടുന്ന കപ്പലണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് തൊലി ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലെത്തിട്ട് ഒന്ന് അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരും. എന്നിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് റബ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് കശക്കി എടുത്താൽ തൊലിയൊക്കെ വിട്ട് വരും. എന്നിട്ടൊന്ന് ഊതിയാൽ മതി. അപ്പോൾ തൊലിയൊക്കെ പോയി ഇങ്ങനെ വൈറ്റ് കളറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ 3/4 കപ്പ് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം, ഇത്രയോ കണ്ട, ചെറിയൊരു കഷ്ണം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് പീസായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇത് ജസ്റ്റ് പൾസിലിട്ടിട്ട് പൊടിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഒരുപാട് ഇട്ടിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയ പോലെ ആവും. അപ്പം അത് വേണ്ട. ഇപ്പോൾ ചെറുതായിട്ട് പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ പീസസായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. നിങ്ങൾക്ക് സാധാരണ പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുക, പിന്നെ പോരെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, പൾസിലിട്ടിട്ട് എടുത്താൽ മതി, അല്ലാതെ ഒന്നിലോ രണ്ടിലോ ഒന്നും ഇടണ്ട. പൾസിൽ 2-3 പ്രാവശ്യം ഇട്ടെടുത്താൽ മതി. ഒരുപാട് അരയ്ക്കാൻ നിന്നാൽ ഇതൊന്ന് ഓയിൽ റിലീസാവും. പിന്നെ പീനട്ടെന്ന് ഓയിൽ റിലീസായി കഴിഞ്ഞാൽ നമുക്കിത് ബട്ടറാക്കി കഴിക്കാനുള്ളത് നിവർത്തിയുള്ളൂ. ഓക്കെ, അപ്പം നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത്ര എരിവ് വേണം. അപ്പം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ പൊടി എനിക്ക് കുറച്ച് സ്പൈസിയും കുറച്ച് ഉപ്പും മേലെ നിന്നാലേ എനിക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ട അല്ലെങ്കിൽ ഇത്ര ഉപ്പ് വേണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പ് മേലേക്കാണ് വെച്ചിരിക്കുന്നത്. എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെയും എരിവിൻ്റെയും അളവൊക്കെ കുറയ്ക്കാം. വറ്റൽമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അല്ലാതെ ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട, ചെറിയ തരിതരിപ്പോടുകൂടെ പൊടിച്ചാൽ മതി. നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടി പൊടിക്കില്ലേ, അതുമാതിരി പൊടിച്ചെടുത്താൽ മതി. അപ്പം അതാണ് ശരിക്കും പൊടിക്കുക ടേസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, ഈവൻ ചോറിൻ്റെ ഒപ്പം പോലും നമുക്ക് കഴിക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ചമ്മന്തി നിലക്കടലയാണെന്നുള്ളത് തന്നെ അറിയില്ല. നാളെ ഞാൻ ഹസ്ബൻഡിൻ്റെ നിലക്കടലയാണെന്ന് പറയാതെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കാരണം അത്രയും പോലും ടേസ്റ്റ് നമുക്ക് അറിയുന്നില്ല. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ നോക്കൂ. ഇതിൽ ശരിക്കും ആ ജീരകവും വറ്റൽമുളകിൻ്റെ എരിവും മല്ലിയുടെ ടേസ്റ്റും ഒക്കെയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാനതൊരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കണ്ടോ, നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഏകദേശം 1-1.25 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിന് മുമ്പ് കൊപ്ര വെച്ചിട്ട്, അതായത് ഉണങ്ങിയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പൊടിയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പിന്നെ ഒരു ദിവസം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പൊടി, എൻ്റെ വീട്ടിലെങ്ങനെയാണ് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇതും എന്തായാലും മറ്റേ റെസിപ്പി മാതിരി തന്നെ കൊപ്ര വെച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ചട്നിപ്പൊടിയും മാതിരി തന്നെ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ട്രൈ നോക്കൂ ഈ പൊടിയും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.